ജനങ്ങളുടെ സ്വപ്നങ്ങൾക്ക് മുകളിൽ പടുത്തുയർത്തിയ ഈ പാലത്തിന് മുകളിൽ നിൽക്കുമ്പോൾ 2021 പോകേണ്ടതുണ്ട്. അന്ന് വള്ളത്തിലാണ് യാത്ര. ആ വള്ളത്തിലിരുന്ന് പാലം വരുന്നതിൻ്റെ സ്വപ്നങ്ങൾ പങ്കുവച്ച ചിലരുണ്ട്. ആദ്യം അതിലേക്ക് പോകേണ്ടതുണ്ട്. ഇവിടെ വന്നപ്പോൾ വള്ളത്തിലിരുന്ന് പുതിയ പാലം വരുന്നതിൻ്റെ സന്തോഷം പങ്കുവയ്ക്കുന്നവരെ ഇന്ന് വീണ്ടും കണ്ടു. സ്കൂൾ ബാഗും തൂക്കി പാലത്തിലൂടെ നടന്നു വരുന്ന ആ സുന്ദരമായ കാഴ്ച. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒത്തിരി താമസിച്ചാണ് സ്കൂളിലൊക്കെ എത്തുന്നത്. അപ്പം ഇപ്പം നമുക്കൊന്നും നോക്കാതെ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഇറങ്ങാം, നേരെ സ്കൂളിലെത്താം, ടൈമിൽ അങ്ങ് എത്തും. അതുകൊണ്ട് എനിക്ക് പാലം വന്നതിന് നല്ല സന്തോഷം. ഇപ്പം 9:15 സ്കൂളിൽ കാരണം ഞാൻ ഇവിടെ നിന്ന് ഒരു 8:45 ഇറങ്ങത്തുള്ളൂ. പണ്ടൊക്കെ 7 മണിയാകുമ്പോൾ 7:15 തന്നെ ഇറങ്ങണം. അക്കരെ എത്തി പിന്നെ നടന്ന് ഒത്തിരി പോകണം. ഇപ്പം നേരത്തെ എത്തും, അതുകൊണ്ട് പയ്യെ താമസിച്ചൊക്കെ ഇറങ്ങുള്ളൂ. ഭരണത്തിൽ ആദ്യം മുതലേ പിണറായി ഗവൺമെൻറ് സ്വീകരിച്ചൊരു സമീപനമുണ്ട്. ആ സമീപനം കേരളത്തിലെ ജനങ്ങളിൽ നിന്ന് സംഭരിക്കപ്പെടുന്ന വിഭവം സംസ്ഥാന ഗവൺമെൻറ് കയ്യിലെത്തിയാൽ ആ വിഭവം പങ്കുവയ്ക്കുന്നതിനെ സംബന്ധിച്ച് ഇടതുപക്ഷത്തിൻ്റെ CPMൻ്റെ ഒരു വീക്ഷണം മുഖ്യമന്ത്രി എന്ന നിലയിൽ പിണറായി അവതരിപ്പിക്കുകയുണ്ടായി. ആ വീക്ഷണം വിഭവം തുല്യമായി പങ്കുവയ്ക്കുക എന്നതാണ്. സമാഹരിക്കുന്ന പണം എവിടെയെങ്കിലും ഏതെങ്കിലും വ്യക്തിപരമായിട്ടുള്ള താല്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഡംപ് ചെയ്യുകയും ആ വികസന കാര്യങ്ങൾ ഉയർത്തിക്കാണിക്കുകയും ചെയ്യുന്നതല്ല ഒരു യാഥാർത്ഥ്യബോധത്തോടുകൂടിയുള്ള വികസനം. മുഖ്യമന്ത്രി എപ്പോഴും പറയുന്ന സർവതല സ്പർശിയായി ആ നിലയിലൊരു വീക്ഷണം ഇടതുപക്ഷത്തിൻ്റെത് മുന്നോട്ട് വന്നപ്പോൾ ആ വീക്ഷണം എന്തുകൊണ്ടും സാമൂഹ്യ നീതിയുടെ അടിസ്ഥാനത്തിലുള്ള വിഭവ വിതരണം എന്ന ലക്ഷ്യപ്രാപ്തിക്ക് വേണ്ടി പ്രവർത്തിക്കുക എന്ന ഒരു ബോധത്തിലേക്ക് ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ ഞാൻ ഉയരുകയായിരുന്നു. അങ്ങനെ വരുമ്പോഴാണ് പാർശ്വവൽക്കരിക്കപ്പെട്ടവർ ഏതെങ്കിലും നിലയിൽ നിസ്വരായി കഴിയുന്നത് അവർക്ക് വേണ്ടി ഈ ഖജനാവിലെ പണം വിനിയോഗിച്ചാൽ ഈ നാട് പുരോഗമിക്കുന്നതിനോടൊപ്പം അവരുടെ ജീവിതവും തളിർക്കും, ജീവിതവും അഭിവൃദ്ധിപ്പെടും. അതാണ് വികസനത്തിൻ്റെ ഒരു മൗലികമായ അടിത്തറ സൃഷ്ടിക്കാൻ കഴിയുന്നത് എന്ന ഒരു ഉൾബോധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് യഥാർത്ഥത്തിൽ ഇതുപോലുള്ള പദ്ധതികൾ ഏറ്റെടുക്കാൻ എന്നെ പ്രേരിപ്പിച്ചത്. കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെൻറ് കഴിഞ്ഞ 9.5 വർഷക്കാലത്തെ വികസന പ്രവർത്തനത്തെക്കുറിച്ചുള്ളൊരു വീക്ഷണം സമൂഹമാകെ സ്വീകരിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അതിൻ്റെ ഭാഗമായിട്ടുള്ള സ്വീകാര്യതയാണ് MLA എന്ന നിലയിൽ എനിക്ക് ലഭിക്കുന്നത്, അല്ലാതെ വ്യക്തിപരമല്ല. കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെൻറ് സ്വീകരിച്ച വികസനത്തോടുള്ള ഒരു സമീപനത്തിന് ലഭിക്കുന്ന അംഗീകാരമാണ് സർവതല സ്പർശിയായിട്ടുള്ള വികസനത്തിന് കിട്ടുന്ന പിന്തുണയാണ് അതുവഴി എനിക്ക് ലഭിക്കുന്നത്. ഞാൻ ഈ അമ്പൂരി പഞ്ചായത്തിലെ ഒരു പ്രദേശത്തായിരുന്നു എൻ്റെ കുട്ടിക്കാലം ഞാൻ കഴിച്ചത്. അമ്പൂരി സ്കൂളിലാണ് ഞാൻ പഠിച്ചത്. പ്രൈമറി സ്കൂള്, അപ്പർ പ്രൈമറി സ്കൂളിൻ്റെ പഠനം വരെ ഈ പഞ്ചായത്തിലായിരുന്നു. കുട്ടിക്കാലത്ത് സ്കൂളിൽ പഠിക്കാൻ, പ്രൈമറി അപ്പർ പ്രൈമറി സ്കൂളുകളിൽ പഠിക്കാൻ വരുമ്പോൾ റോഡുകളെല്ലാം ഇടറോഡുകളാണ്. വാഹന സൗകര്യങ്ങളൊന്നുമില്ല, ബസ് സർവീസൊന്നുമില്ല. ഞങ്ങൾ ഒരു കൂട്ടം കുട്ടികൾ വീട്ടിലേക്ക് തിരിച്ചു മടങ്ങുന്നത് കടക്കാട് കമ്പ് ഒടിച്ച് അത് പിന്നെ ഉരുട്ടി, അത് ഇങ്ങനെ റോഡിൽ ഈ ഇടവഴിയിൽ ഉരുട്ടിയാണ് പോകുന്നത്. കാര്യം പാമ്പുകളുടെ ഇഴജന്തുക്കളുടെ ഉപദ്രവം ഉണ്ടാവാതിരിക്കാൻ ഈ കടക്കാട് കമ്പ് അടിച്ചടിച്ചാണ് ഞങ്ങൾ വീടുകളിലേക്ക് പോകുന്നത്. അത്ര ദുസ്സഹമായ ജീവിത സാഹചര്യമായിരുന്നു ഈ അമ്പൂരി പഞ്ചായത്തിൽ 80% സ്ഥലത്തും ഉണ്ടായിരുന്നു. അമ്പൂരി ജംഗ്ഷൻ, കുട്ടപ്പു ജംഗ്ഷൻ തുടങ്ങിയിട്ടുള്ള ഏതാനും കുടപ്പനമൂട് ജംഗ്ഷൻ ഒഴിച്ച് ഈ ജംഗ്ഷൻ ഒഴിച്ചാൽ മറ്റുള്ള എല്ലാം ഇതുപോലുള്ള അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്.
അത് ചെറുതിലേ തന്നെ എൻ്റെ മനസ്സിൽ പതിഞ്ഞു കിടന്ന കാര്യമാണ്. അതുകൊണ്ട് അമ്പൂരി പഞ്ചായത്തിൻ്റെ ഒരു വികസനം അന്നു മുതലേ കുട്ടിക്കാലത്ത് തോന്നിയതാണ് ഇതിനെല്ലാം പ്രേരകമായി വന്നത് എന്ന ഒരു യാഥാർത്ഥ്യം കൂടെ ഈ സമയത്ത് പങ്കുവയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. വ്യക്തിപരമായിട്ടുള്ള ഒരു ആത്മസംതൃപ്തിയുണ്ട് എനിക്ക്. കരിപ്പയാറിന്റെ മറുകരയിലെ തുരുത്തിൽ ഒറ്റപ്പെട്ടുപോയ കാരിക്കുഴി, ചാക്കപ്പാറ, ശങ്കുംകോണം, തൊടുമല, തെന്മല, കുന്നത്തുമല തുടങ്ങി 11-ലധികം ആദിവാസി ഊരുകളിൽ താമസിക്കുന്ന കുടുംബങ്ങളുടെ എക്കാലത്തെയും സ്വപ്നമാണ് ഈ പാലം. 7 സ്പാനുകളിലായി 253.4 മീറ്റർ നീളത്തിൽ തലയുയർത്തി നിൽക്കുന്ന പാലത്തിന് 11 മീറ്റർ വീതിയുണ്ട്. 8 മീറ്റർ വീതിയിൽ റോഡും ഇരുവശത്തും ഫുട്പാത്തും ക്രമീകരിച്ചിരിക്കുന്നു. നെയ്യാ ഡാമിൽ നിന്ന് വിനോദസഞ്ചാരികളുമായി എത്തുന്ന ബോട്ടുകൾക്ക് സുഗമമായി കടന്നുപോകുന്നതിന് 12.5 മീറ്റർ ഉയരത്തിലാണ് പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയിരിക്കുന്നത്. ഈ ഒറ്റപ്പെട്ട വാർഡിലേക്ക് ഒരു പാലം കൊണ്ടുവന്ന ആ മനുഷ്യനെ ഒരു പ്രാവശ്യം തൊഴുതാൽ പോരാ. ഇത്രയും പുണ്യപ്രവൃത്തി ചെയ്ത ഒരു മനുഷ്യനെ രാഷ്ട്രീയ അടിസ്ഥാനത്തിൽ കാണാൻ പാടില്ല. അദ്ദേഹം ഒരു വികസന നായകൻ തന്നെയാണ്. അവിടെ നിന്ന് മലയിൽ നിന്ന് ഒരു കൊലത്തൊണ്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അമ്പൂരി കൊണ്ടുവന്ന് വിറ്റ 10 രൂപ കിട്ടും. 5 രൂപ വള്ളക്കാരന് കൊടുക്കണം, അല്ലെങ്കിൽ അവൻ വള്ളം കൊണ്ടുവരില്ല. ഇന്ന് നമുക്ക് നല്ല രീതിയിൽ ഒരു പാലം ശരിയാക്കി തന്നു. പുതുലോഹോ എന്താ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും വലിയ പ്രതീക്ഷയോടെയാണ് ഞങ്ങൾ ഇതിനെ കാണുന്നതും. അതിന് നന്ദി പറയാൻ പറ്റാത്തതിനപ്പുറം വാക്കുകളുണ്ട്. അതിൽ ഈശ്വരനും ദൈവങ്ങളെല്ലാം ഞങ്ങളെ ഒരുമിച്ച് കണ്ടു. ആ വിജയത്തിൻ്റെ ഫുള്ള് ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളെ ബഹുമാനപ്പെട്ട CK ഹരീന്ദ്രൻ MLAക്കും ഈ സർക്കാരിന് തന്നെ ഒരുപാട് സന്തോഷമുണ്ട്. നമുക്ക് ഈ പാലം വന്നതോടുകൂടി എല്ലാ ബുദ്ധിമുട്ടുകളും മാറി ഇവിടുത്തെ ജനങ്ങൾ ഈ പാലത്തിന് വളരെ ഒരു വരവേൽപ്പ്. ഞാനിപ്പം തന്നെ അംഗൻവാടികളിലൊക്കെ പോയപ്പോൾ മെമ്പറെ ഞങ്ങൾക്ക് ഈ പാലം എന്നാണ് ഉദ്ഘാടനം എന്നാണ് ആൾക്കാർ ചോദിച്ചു വരുന്നത്. കാരണം അവർ അത്രത്തോളം ആഘോഷിക്കാനായിട്ട് തയ്യാറായിരിക്കുന്ന ഒരു കൂട്ടം ജനതയാണ് ഈ പാലം വന്നതോടുകൂടി. നാടിന്റെ വികസനത്തിന് രുചി ഏവർക്കും ലഭ്യമാകുമ്പോഴേ ജനാധിപത്യം അർത്ഥപൂർണമായി മാറും. 99 പേർക്കും ലഭിക്കുമ്പോഴല്ല, അവസാനത്തെ ഒരാൾക്കുകൂടി വികസനത്തിന്റെ രുചി ലഭിക്കുമ്പോഴാണ് സാമൂഹ്യ നീതിയിൽ അധിഷ്ഠിതമായ വികസനം സാധ്യമാകൂ. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് കുമ്പിച്ചൽ കടവിൽ ഉയർന്നു നിൽക്കുന്ന ഈ പാലം. ക്യാമറമാൻ ബിച്ചു പൂവച്ചലിനൊപ്പം നിർമ്മൽ ചക്രവർത്തി, കൈരളി ന്യൂസ്.